അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ബ്ലർ ചെയ്ത് കാണിക്കുന്നത് ഇവരെ മുഖമൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇവർ പെട്ടെന്ന് സർപ്രൈസായിട്ട് വിരുന്നിന് വന്നതാണേ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. ഇവരെ കുട്ടികൾ ഭയങ്കര നിർബന്ധമായിരുന്നു ഇവിടെ വന്നം. ഇവർ പെരുമ്പാവൂരാണ്, ഇത്താത്തായും മക്കളും ഇക്കായൊക്കെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒന്ന് പോകണം, അവധിയല്ലേ. എന്നാൽ പിന്നെ കാശ് ചിലവില്ലാത്ത നല്ല പ്രകൃതി രമണീയമായ പുഴയിൽ തന്നെ ആവാട്ടെ എന്ന് ഓർത്തു. പെരുമ്പാവൂർ ഭാഗത്ത് പുഴ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല അവർക്ക് ചെറുപ്പം മുതലേ നല്ല ഇഷ്ടമാണ്. വല്ലപ്പോഴും വരുമ്പോൾ ഒന്ന് പുഴയിൽ ടച്ച് ചെയ്യാണ്ട് അവർ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് പുഴയിൽ വന്നതാണ്. മെയിൻ ഉദ്ദേശം അവർക്ക് പുഴ കേട്ടോ. അപ്പോൾ പുഴയിൽ വന്ന് കുളിക്കാനും കുറേ നേരം കളിക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഒരുപാട് സമയം കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് ചെറിയ കുട്ടികളില്ല കേട്ടോ. എൻ്റെ ചെറിയ കുട്ടികളില്ല ഇതിൽ. അവർ വീട്ടിൽ വിരുന്നിന് പോയേക്കുവാണ് രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂത്ത കുട്ടികളും ഇത്താടെ മക്കളുമാണ്. ഭയങ്കര ഇഷ്ടം അവർക്ക് പുഴയിൽ. അവിടെ കിടന്ന് തല്ലി അലയ്ക്കുന്നുണ്ട്. പിന്നെ ഭാഗ്യത്തിന് പുഴയിൽ ആ സമയത്ത് ആരുമില്ല കേട്ടോ. ഒരു 5 മണി നേരത്ത് ആരുമില്ല പുഴയിൽ. മാത്രമല്ല പുഴയിൽ വെള്ളവും കുറവാണ്. അപ്പോൾ അവരെ ഇഷ്ടത്തിന് നന്നായിട്ട് ആസ്വദിച്ച് കുളിക്കുമായിരുന്നു. നമുക്കാണെങ്കിലും കണ്ടു നിൽക്കാൻ നല്ല രസമാണല്ലോ പുഴ. ആർക്കല്ലേ പുഴയൊക്കെ ഇഷ്ടമല്ലാത്തത്. കുട്ടികൾ ഒരുപാട് നേരം നീന്തിയും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കളിച്ചു. മോള് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവൾ കരയിൽ നിന്ന് ചുമ്മാ കാല് നനച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പൈസ ചിലവില്ലാത്ത ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ നമ്മൾ മിസ്സായിട്ട് കാണാതെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വലിയ വില കൊടുത്ത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന പൂളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയി മലിനമായ ജലത്തിലൊക്കെ നമ്മൾ പോയിട്ട് ഈ പൈസയും കൊടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എത്ര രസമല്ലേ ആസ്വദിച്ച്. ഇതൊക്കെ കാണാത്ത ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ റിലേഷനിൽ തന്നെ ഒരുപാട് പേര് പുഴ പോലും കാണാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. അല്ലെങ്കിലും പുഴയൊക്കെ കാണുമ്പോൾ സന്തോഷമില്ലാത്ത ആരല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ കാണുന്നത് പോലെയല്ല കേട്ടോ പുഴ. നല്ല രസമാണ് അടുത്ത് പോയി കാണാനും ആസ്വദിക്കാനും പിള്ളേരെ കളി കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ ചെറുതായിരുന്നെങ്കിൽ നമ്മളും ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികളെ നോക്കി തന്നെ നിൽക്കണം. കണ്ണ് തെറ്റി അവരെന്തെങ്കിലും അപകടത്തിൽ പോയി ചാടുമെന്ന്. അപ്പോൾ നമ്മൾ പുഴയിലെ കുളിയൊക്കെ കുട്ടികളെല്ലാവരും കുളിച്ച് ഹാപ്പിയായി ശരീരമൊക്കെ ഒന്ന് തണുത്ത് വീട്ടിലേക്ക് മടങ്ങും കേട്ടോ. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് പിള്ളേർ പറയുന്നുണ്ട്, നമുക്ക് ഇനിയും പുഴയെ വന്നോട്ടോ, ഇനിയും അവധി കിട്ടുമ്പോൾ ഇനിയും പുഴയിലോട്ട് വന്നോട്ടോ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇപ്രാവശ്യം അവർ പറഞ്ഞു ഇൻഷാ അല്ലാ വരാട്ടോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ തിരിച്ചു വന്നു. നല്ല തണുത്തിരിക്കണല്ലേ പിള്ളേരൊക്കെ. നല്ല ചൂട് കട്ടൻ ചായയും ഒക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മളവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടോ. അവരധികം നേരമൊന്നും നിൽക്കില്ല കേട്ടോ. 1-2 മണിക്കൂറേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏതായാലും ഇന്നത്തെ ദിവസം ഹാപ്പി, അൽഹംദുലില്ലാ. അങ്ങനെ അവർ സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇനിയും കാണാം ഇൻഷാ അല്ലാ.